നമസ്കാരം സുഹൃത്തുക്കളെ, രണ്ട് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുകളിൽ സീരീസ് പാരലൽ ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യാം എന്നത് സംബന്ധിച്ച ഈ എക്സസൈസിലേക്ക് സ്വാഗതം. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവ സാധിക്കും. ട്രാൻസ്ഫോമറിൻ്റെ പോളാരിറ്റി ടെസ്റ്റ് നടത്തുക, രണ്ട് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുകൾ പാരലായി കണക്ട് ചെയ്യുക, രണ്ട് സിംഗിൾ ഫേസ് സെക്കൻഡറി ട്രാൻസ്ഫോമറുകൾ സീരീസിൽ കണക്ട് ചെയ്യുക. ട്രാൻസ്ഫോമറുകളിലെ പൊളാരിറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്ങുകളിലെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജുകളുടെ ദിശയെ പോളാരിറ്റി സൂചിപ്പിക്കുന്നു. രണ്ട് ട്രാൻസ്ഫോമറുകൾ പാരലായി കണക്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കൃത്യമായ കണക്ഷന് അതിൻ്റെ പോളാരിറ്റി അറിയേണ്ടത് ആവശ്യമാണ്. രണ്ട് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുകൾ പാരലിംഗ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത. ഒന്നാമതായി, ലോഡിൻ്റെ പവർ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ രണ്ടോ അതിലധികമോ ട്രാൻസ്ഫോമറുകൾ സമാന്തരമായി പ്രവർത്തിപ്പിച്ചേക്കാം. രണ്ടാമതായി, പവർ ഡിമാൻഡ് കുറയുമ്പോൾ ആവശ്യമായ എണ്ണം ട്രാൻസ്ഫോമേഴ്സ് മാത്രമേ അവയുടെ ഫുൾ ലോഡ് കപ്പാസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാനാകൂ. അതേസമയം ശേഷിക്കുന്ന ട്രാൻസ്ഫോമറുകൾ ഓഫ് ചെയ്ത് പൊതുവായ അറ്റകുറ്റപ്പണികൾക്കോ സേവനത്തിനോ വേണ്ടി എടുത്തേക്കാം. മൂന്നാമതായി, ട്രാൻസ്ഫോമറുകളുടെ എഫിഷ്യൻസിയും ലൈഫും വർദ്ധിക്കും, കൂടാതെ ലോസുകൾ കുറയ്ക്കപ്പെടും. നാലാമതായി, അധിക പവർ റിലയബിലിറ്റി പ്രദാനം ചെയ്യും. അതായത്, ഒരു ട്രാൻസ്ഫോമർ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ സർവീസ് ഇല്ലാതാകുകയോ ചെയ്താലും മറ്റ് ട്രാൻസ്ഫോമറുകൾ ഒരു നിശ്ചിത അളവ് ലോഡ് നൽകും. അഞ്ചാമതായി, വളരെ വലിയ ശേഷിയുള്ള ഒരു ട്രാൻസ്ഫോമർ നിർമ്മിക്കുന്നത് ലാഭകരമല്ല. അങ്ങനെ രണ്ടോ അതിലധികമോ ഒപ്റ്റിമൽ കപ്പാസിറ്റി ട്രാൻസ്ഫോമറുകൾ പാരലായി പ്രവർത്തിപ്പിക്കുന്നത് കൂടുതൽ ലാഭകരമാണ്. ആറാമത്, ട്രാൻസ്ഫോമറുകൾക്കുള്ള മെയിൻ്റനൻസ് ഷെഡ്യൂൾ ആസൂത്രണം ചെയ്യുന്നത് എളുപ്പമാണ്. ഇത് മെയിൻ്റനൻസിൻ്റെയും സ്പെയറുകളുടെയും ചെലവ് കുറയ്ക്കുന്നു. ട്രാൻസ്ഫോമറിൻ്റെ പൊളാരിറ്റി ടെസ്റ്റ് നടത്തുക. ഓം മീറ്റർ അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് തന്നിരിക്കുന്ന ട്രാൻസ്ഫോമറിലെ LT/ST ടെർമിനലുകൾ തിരിച്ചറിയുക. ഒരു പുഷ് ബട്ടൺ സ്വിച്ച് വഴി DC സപ്ലൈ STയിലേക്ക് കണക്ട് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ വോൾട്ട് മീറ്ററിനെ LTയുമായി കണക്ട് ചെയ്യുക. ST ടെർമിനലുകൾ A1, A2 എന്നിങ്ങനെ അടയാളപ്പെടുത്തുക. LT ടെർമിനലുകൾ A1, A2 എന്നിങ്ങനെ അടയാളപ്പെടുത്തുക. പുഷ് ബട്ടൺ സ്വിച്ച് അമർത്തുക. LT സൈഡിലുള്ള വോൾട്ട് മീറ്ററിൻ്റെ പോയിൻ്റർ വ്യതിചലനം നിരീക്ഷിക്കുക. പോയിൻ്റർ വലത് ദിശയിലേക്ക് തിരിയുകയാണെങ്കിൽ ടെർമിനലുകളിൽ ഉണ്ടാക്കിയ അടയാളങ്ങൾ നിലനിർത്തുക. LT ടെർമിനലുകളിലേക്കുള്ള വോൾട്ട് മീറ്റർ കണക്ഷൻ മാറ്റുക. വ്യതിചലനം വിപരീത ദിശയിലാണെങ്കിൽ LT ടെർമിനലുകളിൽ ഉണ്ടാക്കിയ മാർക്കിംഗ് മാറ്റുക. ഇപ്പോൾ പുഷ് ബട്ടൺ സ്വിച്ച് ഒരിക്കൽ കൂടി അമർത്തി വോൾട്ട് മീറ്റർ വലത് ദിശയിലേക്ക് തിരിയുന്നത് നിരീക്ഷിക്കുക. ട്രാൻസ്ഫോമർ സെക്കൻഡറി സീരീസിൽ കണക്ട് ചെയ്യുക. വോൾട്ടേജ് കൂട്ടുന്നതിന് രണ്ട് ട്രാൻസ്ഫോമറുകളുടെയും സെക്കൻഡറിയുടെ പൊളാരിറ്റീസ് ഒരു സീരീസ് കണക്ഷൻ പോലെ തന്നെ കൃത്യമായി കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻഡിവിജ്വൽ സെക്കൻഡറി വോൾട്ടേജുകളുടെ ഇരട്ടിയായതിനാൽ സെക്കൻഡറി വൈൻഡിങ്ങുകളുടെ ഇൻസുലേഷൻ നില ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണം. സീരീസിൽ കണക്ട് ചെയ്യേണ്ട ട്രാൻസ്ഫോമർ 1, ട്രാൻസ്ഫോമർ 2 എന്നീ രണ്ട് ട്രാൻസ്ഫോമറുകൾ എടുക്കുക. ഓം മീറ്റർ അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് റെസിസ്റ്റൻസ് അളക്കുന്നതിലൂടെ LT/ST ടെർമിനലുകൾ തിരിച്ചറിയുക. രണ്ട് ട്രാൻസ്ഫോമറുകളുടെയും പൊളാരിറ്റി പരിശോധിക്കുക. പ്രൈമറി സൈഡിൽ A1, A2 എന്നിവയും സെക്കൻഡറി സൈഡിൽ A1, A2 എന്നിവയും അടയാളപ്പെടുത്തുക. സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്നത് പോലെ ട്രാൻസ്ഫോമർ 1, ട്രാൻസ്ഫോമർ 2 എന്നീ രണ്ട് ട്രാൻസ്ഫോമറുകളുടെയും പ്രൈമറി ഇൻപുട്ട് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുക. കാണിച്ചിരിക്കുന്നത് പോലെ സെക്കൻഡറി ട്രാൻസ്ഫോമർ 1ൻ്റെ A2 ടെർമിനലുകൾ സെക്കൻഡറി ട്രാൻസ്ഫോമർ 2ൻ്റെ A1 ടെർമിനലുകളുമായി സീരീസിൽ കണക്ട് ചെയ്യുക. സീരീസ് കണക്റ്റഡ് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് യഥാക്രമം ട്രാൻസ്ഫോമർ 1, ട്രാൻസ്ഫോമർ 2 എന്നിവയുടെ A1, A2 ടെർമിനലുകളിൽ അളക്കുന്നു. ഒരു സീരീസ് സർക്യൂട്ടിൽ നിലവിലെ റേറ്റിംഗ് അതേപടി നിലനിൽക്കും. വോൾട്ടേജുകൾ അഡിറ്റീവാണ്. രണ്ട് സെക്കൻഡറി സർക്യൂട്ടുകൾക്കും 115 വോൾട്ട്സ് വീതം ഉള്ളതിനാൽ വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് അളക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് 230 വോൾട്ട് കാണിക്കുന്നു. S1, S2, S3 സ്വിച്ചുകൾ ക്ലോസ് ചെയ്യുക. പ്രൈമറി വോൾട്ടേജ് V1, സെക്കൻഡറി വോൾട്ടേജ് V2 എന്നിവ അളന്ന് ടേബിളിൽ രേഖപ്പെടുത്തുക. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ സമാനമാണെന്നത് ഉറപ്പാക്കുക. S3, S2, S1 സ്വിച്ചുകൾ ഓപ്പൺ ചെയ്യുന്നതിലൂടെ ട്രാൻസ്ഫോമറുകൾ ഡിസ്കണക്ട് ചെയ്യുക. ട്രാൻസ്ഫോമറുകൾ പാരലായി കണക്ട് ചെയ്യുക. രണ്ട് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുകൾ പാരലായി കണക്ട് ചെയ്യുന്ന അവസ്ഥകൾ.
വോൾട്ടേജ് റേഷ്യോ സമാനമായിരിക്കണം. ഇൻപുട്ട് വോൾട്ടേജ് സമാനമായിരിക്കണം. സെയിം പെർ യൂണിറ്റ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഇംപെഡൻസ്. ഇരു ട്രാൻസ്ഫോമറുകളുടെയും സമാനമായ പൊളാരിറ്റീസ്. ഇരു ട്രാൻസ്ഫോമറുകളുടെയും ട്രാൻസ്ഫോമർ 1, 2 എന്നിവയുടെ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ വായിച്ച് ടേബിളിൽ രേഖപ്പെടുത്തുക. നൽകിയിരിക്കുന്ന രണ്ട് ട്രാൻസ്ഫോമറുകളുടെയും പൊളാരിറ്റി നിർണ്ണയിക്കുക. സ്വിച്ചുകൾ, ട്രാൻസ്ഫോമറുകൾ, മീറ്ററുകൾ എന്നിവ ഡയഗ്രാം പ്രകാരം കണക്ട് ചെയ്യുക. TR1, TR2 എന്നീ ട്രാൻസ്ഫോമറുകളുടെയും A1, A2 പ്രൈമറി സൈഡുകൾ 240 വോൾട്ട് 50 ഹെർട്സ് AC സപ്ലൈയിലേക്ക് യഥാക്രമം S2 ആൻഡ് S3 സ്വിച്ചുകളിലൂടെ കണക്ട് ചെയ്ത ശേഷം TR1 ആൻഡ് TR2 എന്നീ ട്രാൻസ്ഫോമറുകളുടെ A1, A2 സെക്കൻഡറി സൈഡുകൾ ഔട്ട്പുട്ട് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. എല്ലാ സ്വിച്ചുകളും ഓപ്പണായി വയ്ക്കുക. ട്രാൻസ്ഫോമറുകൾ പാരലൽ കണക്ഷനുകൾക്ക് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. S1, S2 സ്വിച്ചുകൾ ക്ലോസ് ചെയ്ത് ട്രാൻസ്ഫോമർ TR1 ഒരു ബസ് ബാറുമായി കണക്ട് ചെയ്യുക. പ്രൈമറി വോൾട്ടേജ് V1 അളന്ന് ടേബിളിൽ രേഖപ്പെടുത്തുക. സ്വിച്ച് S3 ക്ലോസ് ചെയ്യുക. ട്രാൻസ്ഫോമർ TR2വിൻ്റെ പ്രൈമറി വോൾട്ടേജ് പരിശോധിച്ച് ടേബിളിൽ രേഖപ്പെടുത്തുക. S4, S5 സ്വിച്ചുകൾ ക്ലോസ് ചെയ്ത് സെക്കൻഡറി ബസ് ബാർ വോൾട്ടേജ് പരിശോധിച്ച് അത് രേഖപ്പെടുത്തുക. ഒരു പാരലൽ സർക്യൂട്ടിൽ കറന്റ് റേറ്റിംഗുകൾ അഡിറ്റീവും വോൾട്ടേജ് സമാനമായി നിലനിൽക്കുകയും ചെയ്യും. ഇരു സെക്കൻഡറി സർക്യൂട്ടുകൾക്കും 115 വോൾട്ട്സ് ആയതിനാൽ വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് അളന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് കാണിക്കുന്നത് 115 വോൾട്ട്സ് ആണ്. എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്ത് ഇരു ട്രാൻസ്ഫോമറുകളും ഡിസ്കണക്ട് ചെയ്യുക. ഫലം: ട്രാൻസ്ഫോമറുകൾ സീരീസായി കണക്ട് ചെയ്യുമ്പോൾ അവയുടെ സെക്കൻഡറി വോൾട്ടേജുകളിലുള്ള ഫലം അഡിക്റ്റീവ് ആയിരിക്കും. ട്രാൻസ്ഫോമറുകൾ പാരലലായി കണക്ട് ചെയ്യുമ്പോൾ അവയുടെ സെക്കൻഡറി വോൾട്ടേജുകളിലുള്ള ഫലം മാറ്റമില്ലാത്തതുമായിരിക്കും. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവ ചെയ്യാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ട്രാൻസ്ഫോമറിൻ്റെ പൊളാരിറ്റി ടെസ്റ്റ് നടത്തുക. രണ്ട് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുകൾ പാരലലായി കണക്ട് ചെയ്യുക. രണ്ട് സിംഗിൾ ഫേസ് സെക്കൻഡറി ട്രാൻസ്ഫോമറുകൾ സീരീസിൽ കണക്ട് ചെയ്യുക. രണ്ട് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുകളിൽ സീരീസ് പാരലൽ ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യാം എന്നത് സംബന്ധിച്ച ഈ എക്സസൈസ് ഇതോടെ പൂർത്തിയാകുന്നു. നമുക്ക് അടുത്ത എക്സസൈസിൽ വീണ്ടും കാണാം.